എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വിഭവം എട്ടങ്ങാടി പുഴുക്ക്. ആവശ്യമുള്ള ചേരുവകൾ: പച്ച നേന്ത്രക്കായ, കാച്ചിൽ, കാച്ചിലിൻ്റെ വേറൊരു വിഭാഗമായിട്ടുള്ള വയലറ്റ് കാച്ചിൽ, ചേമ്പ്, ചേന, വൈറ്റ് ബീന്. ഇവിടെ വൈറ്റ് ബീനിന് പകരം നമുക്ക് വേറെ കടലയോ പയറോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നേന്ത്രക്കായുടെ തോല്, പുഴുക്കിലേക്ക് വേണ്ട അരപ്പാണ് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ തന്നെ ചെറിയുള്ളി. ഇത് കപ്പയാണ്, നാടൻ കപ്പ. കപ്പയ്ക്ക് കുറച്ച് വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യം കപ്പ ഒന്ന് വേവിച്ചെടുക്കുകയാണ്. അതിനുശേഷം മറ്റ് കിഴങ്ങുകളിട്ടിട്ട് നമുക്ക് പുഴുക്കുണ്ടാക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നാടൻ പച്ചപ്പയറ് കൂടി നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട്. ഒരു നാടൻ വിഭവമാണ് എട്ടങ്ങാടി പുഴുക്ക് എന്ന് പറയുന്നത്. കൂട്ടുപുഴുക്ക് അതിൻ്റെ ഒരു വകഭേദമായിട്ട് വരുന്ന ഒന്നാണ് എട്ടങ്ങാടി പുഴുക്ക്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പുഴുക്കാണിത്. കപ്പയ്ക്ക് ശേഷം മറ്റ് കിഴങ്ങ് വർഗ്ഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് ബീനും അതുപോലെ തന്നെ പച്ചപ്പയറും അരപ്പും ചേർത്തിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് വേവിച്ച് എടുക്കാം. നമ്മുടെ എട്ടങ്ങാടി പുഴുക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി ഇത് ഉടച്ചെടുക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ പുഴുക്കിൻ്റെ സ്വാദ് നല്ല രീതിയിൽ വരികയുള്ളൂ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നല്ല ഉടച്ച് എടുക്കാൻ വേണ്ടി നന്നായിട്ട് ഇത് ഇളക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കാം. നമുക്ക് രുചി ഒന്നുകൂടി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്നുകൂടി നല്ല ടേസ്റ്റിയായി മാറാൻ ഇത് സഹായിക്കും. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ചേർക്കാം. നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ആവശ്യത്തിന് ഉപ്പ് നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. നാടൻ എട്ടങ്ങാടി പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഴുക്കാണ്. നല്ല മുളക് ചമ്മന്തിയും നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.